നമ്മുടെ ടീം എല്ലാവരും കൂടി വളരെ നാളുകൾക്ക് ശേഷം പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു യാത്രയാണിത്. മൂന്നാർ വട്ടവട. നമ്മൾ വെളുപ്പിന് ഒരു 4:30 ഇറങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാവരും ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേനും ഒരു 6 മണിയൊക്കെ ആയി. ഇതിനു മുമ്പ് നമ്മൾ പോയ തഞ്ചാവൂർ യാത്രയാണെങ്കിൽ എല്ലാവരും വരാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് പകുതി ആൾക്കാർ ക്യാൻസലായിപ്പോയി. ലാലിൻ്റെ വണ്ടിയുടെ ടയറിന് ചെറിയ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഹരിയുടെ വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു വരുന്ന വഴിക്ക്. അതുകൊണ്ട് തന്നെ ഞാനും ഋഷിയും കുറച്ച് മുമ്പിലായിപ്പോയി. ഫുഡ് കഴിക്കാനുള്ള ഒരു ലൊക്കേഷനെ കണ്ടുപിടിച്ച് ഞാനും ഋഷിയും കൂടി ഒരു ചായ കുടിച്ചപ്പോൾ അതി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്താ പറഞ്ഞേ? ബ്ലഡ് അമ്മ എടുക്കും വരാൻ കണ്ണതിന്റെ ആദ്യം എന്നിട്ട് അടുത്തേക്ക് കൈ വട്ടവടയിൽ ഓൾറെഡി നമ്മളൊരു മഡ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും വട്ടവട എത്തിയാൽ മതി. നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരൊക്കെ മൂന്നാർ തന്നെ ആദ്യമായിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ എവിടെയൊക്കെ വന്ന് നിർത്തി പതിയെ നമ്മൾ പോകാനാണ് തീരുമാനം. എന്തായാലും വീഡിയോയിലുണ്ടാവും. അങ്ങനെയൊന്നും അതിനുള്ള ബുദ്ധിയൊന്നും അവക്കില്ല. എടാ അതൊന്നും അവള് പ്രോഗ്രാം ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും ഇറങ്ങാൻ. ഏണി ഇറങ്ങണല്ല ഇറങ്ങാൻ. ഓ ഇത് പിച്ചക്കാരിറങ്ങുന്ന പോലെ ഉണ്ടല്ലോ. നീ ഇറങ്ങിയില്ല. എടാ ഞാൻ പറയല്ലേ ഹൃദയയുടെ ആ പ്രോഗ്രാം ഒന്നും ഇല്ല. ആ അതൊരു നല്ല നല്ല ഷോട്ടാ. ആ പോരെ കെട്ടിപ്പിടിച്ചു. മാറി ചാടിക്കോ. ആ ടാബിങ് താടി. നല്ലൊരു വീഡിയോ ഓൺ ഡ്യൂട്ടിയാണ് ഫുൾ ടൈം വർക്ക്. അപ്പൊ ഇത് ഷൂ ആണ്. വയറ് കുമ്പ് പോലെ ഇരിക്കും.
വയസ്സന്മാർക്കെല്ലാം ഇച്ചിരി നേരം ഇരിക്കണം എന്ന് പറഞ്ഞു. അഖിലൊക്കെ ഹൃദ്യയുടെ പുനർജന്മം. ഹൃദ്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടിപ്സ് നല്ല എണ്ണയിൽ വറുത്ത സൂപ്പർ സാധനം. അങ്ങനെയുണ്ട്. നല്ല വിശപ്പുണ്ടല്ലോ. മൂന്നാർ കഴിഞ്ഞ് എക്കോ പോയിന്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. പിന്നെ സ്റ്റേ ഉണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഫുള്ള് ഫോറസ്റ്റാണ്. നമുക്കവിടെ വണ്ടി നിർത്താനുള്ള അനുവാദമൊന്നുമില്ല. അതല്ല, ഇവിടെ കുറച്ച് നടക്കാനുണ്ട്. ക്ലോസപ്പ് ആയിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. 2 റൂമുണ്ട്. ഒന്ന് ലേഡീസിനും ഒന്ന് ബോയ്സിനും. ഒരു കിച്ചണുണ്ട്. കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പാത്രങ്ങൾ, ഗ്യാസ്, പൊടികളൊക്കെ അത്യാവശ്യം ഇരിപ്പുണ്ട്. നേരത്തെ വാങ്ങിയവരായിരിക്കും. ഗ്രില്ല് ചെയ്യാനുള്ള സാധനം ഇതിനകത്ത് ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ തുറക്കുന്നില്ല. പൊന്നാരക്കുട്ടി ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നെ. ഞങ്ങളാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട ഒരാള്. ഇവന്മാര് കുക്കിങ്. ഇതാണ് ഏറ്റവും പാട് പിടിച്ച ഭയങ്കരമായിട്ട്
എവിടെ പരിപാടിയാണെങ്കിലും ഞാൻ ഈ അടുക്കളത് എൻ്റെ ഒരു വീട് ഇതൊക്കെ ഇവിടെ കൂട്ടുണ്ടല്ലോ. ഗായ്സ് അങ്ങനെ നേരം വെളുത്തു മീൻസ് ഇപ്പോൾ 10 മണിയായി. ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാനുള്ള പരിപാടിയാണ്. മഴയായിരുന്നു രാത്രി മൊത്തം. അവിടെയൊക്കെ കോട കാണാം. ഇങ്ങോട്ടൊക്കെ വലിയ കോടയൊന്നുമില്ല. ഞങ്ങൾ വട്ടവടയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ അങ്ങനെ കറങ്ങി മൂന്നാർ പിടിക്കാനാണ് പ്ലാൻ. നോക്കട്ടെ, ഞാൻ വിളിച്ച് സെറ്റായിട്ടുണ്ട്. അവിടെയൊക്കെ ചെറിയ ചെറിയ ഹട്ടുകൾ കാണാം. ഒരു മൺ ദിവസമാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇന്നും ഇന്നലെ അല്ല ഈ ഡ്രസ്. ആര് കാരണം? സുനിൽ കാരണം. ചേട്ടാ ഇത് കൂടെട്ടാ ചേട്ടാ ആരെ കാണിക്കാൻ. നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മൾ ഇന്നലെ വന്ന വഴി തന്നെ. മഴ നനഞ്ഞിട്ട് ഇവിടെ തെന്നിക്കിടക്കാണ്. വണ്ടി ഇറക്കണ്ടായിരുന്നു, വണ്ടി ഇറക്കില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന കുറച്ച് ഭാഗം റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി ഇതൊക്കെ തന്നെയാണല്ലോ. സ്ട്രോബെറി തോട്ടം എവിടെയെങ്കിലും ഉണ്ടാവും നോക്കണേ നമുക്ക്. പക്ഷേ ഇടയ്ക്ക് എവിടെ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. ഇതിവിടുത്തെ മാലിന്യമൊക്കെ സംസ്കരിക്കുന്ന സ്ഥലമാണ് തോന്നുന്നു. കുറേ വേസ്റ്റൊക്കെ കൂടി കിടപ്പുണ്ടായിരുന്നു. എല്ലാ വഴിയിലും ഇങ്ങനെ ചെറിയ ചെറിയ റിസോർട്ടുകളും ചെറിയ മഡ് ഹൗസുകളും എയർ ഫ്രെയിമിലുള്ള ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ കാണും. മഹാരാഷ്ട്രയിൽ മരിച്ച അഭിമന്യുവിൻ്റെ സ്മാരകം ഇപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെയാണ്.
വഴിയിൽ വെച്ചൊരു ചേട്ടൻ്റെ സ്ട്രോബെറി തോട്ടം കാണിക്കാനായിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. സ്ട്രോബെറി തോട്ടം കയറി കാണുന്നത് നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട. സ്ട്രോബെറി വാങ്ങണമെങ്കിലോ അതിൻ്റെ ജാമ് വാങ്ങുന്നതിനോ വൈൻ വാങ്ങുന്നതിനോ ഒക്കെ മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. ജാമിന്റെ രസമില്ലേ? ഹായ് ഹായ് സ്ട്രോബെറി തോട്ടം. സ്ട്രോബെറിയുടെ കൃഷിയൊക്കെ ആരംഭിച്ച ഒരു സമയമായിരുന്നു. സീസൺ ആവുന്നതേ ഉള്ളൂ. അതുകൂടാതെ ഇവിടെ ക്യാബേജ്, ബീൻസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ചെറിയ ചെറിയ കൃഷികളുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഏകദേശം 3-3:30 സമയമായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആരെങ്കിലും റെയിൻകോട്ടും ഇല്ലായിരുന്നു. ഇവിടെ ഫുള്ള് കോടയാണ്. കോടാന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് പോലും പോകില്ല.
അഖിലിനെ വെച്ച് രണ്ടാമത് അവിടുന്ന് വേറെ പോയി. ഇതൊക്കെ ആരും കേൾക്കണ്ട, ഞാൻ കേൾക്കണില്ല. ആ കേട്ടു, ഞാൻ കേട്ടു. ഞങ്ങളെക്കാൾ ഒരു 10-20 മിനിറ്റ് മുമ്പിലായിരുന്നു അവർ. ആന ഇറങ്ങുന്നതുകൊണ്ട് ഞങ്ങളെ നാട്ടുകാരെല്ലാം ഇതിൽ കടത്തി വിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് മുമ്പിൽ പോയിട്ടുണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തിൽ ഞങ്ങൾ മുമ്പിലോട്ട് പോകുന്നു. പെട്രോൾ തീർന്നു, നമ്മൾ പെട്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ പെട്രോൾ വാങ്ങി 100 രൂപ വാങ്ങിച്ചു. ലക്ഷ്മി എസ്റ്റേറ്റ് വഴി രാത്രിയുള്ള റിട്ടേൺ ജേർണി കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയെങ്കിലും ടൗണിലെത്തിയപ്പോഴാണ് ശ്വാസം നേരിടുന്നത്. മൊത്തത്തിൽ വട്ടവട യാത്ര അടിപൊളിയായിരുന്നു.